നമ്മുടെ സൂര്യ മമിത ബൈജു ചെയ്യേണ്ട പടമായിരുന്നു. അങ്ങനെ അരുൺ വിജയിനെ കൊണ്ട് ബാല ചെയ്ത് പടം പൂർത്തിയാക്കി. ഉദയനാണ് അദ്ദേഹത്തിൻ്റെ ഡയലോഗല്ലേ, ഇങ്ങനെ നീലാണ്ട് ഞാൻ പടം പൂർത്തിയാക്കി എന്ന് പറഞ്ഞിട്ട് അരുൺ വിജയനെ വെച്ച് പൂർത്തിയാക്കി. അപ്പോൾ അരുൺ വിജയ്ക്ക് ഡേറ്റ് കിട്ടിയപ്പോൾ അരുൺ വിജയ് വിചാരിച്ചിട്ടുണ്ടാവും പുള്ളിയുടെ പടം പിതാമഹനാണ് എനിക്കിഷ്ടം. അപ്പോൾ പിതാമഹൻ്റെ കാസ്റ്റ് പോയി കാണുന്നു. സോറി, ഇപ്പോൾ കാസ്റ്റ് ഇല്ല, ഫോണിലല്ല വലിയ സ്മാർട്ട് ടി വിയിൽ പിതാമഹൻ ഇട്ട് കാണുന്നു. കാരണം ഞാനത് പറയാൻ കാരണം പുള്ളിയുടെ ക്യാരക്ടർ ഫസ്റ്റ് ഒരു കുറച്ച് സീനുകൾ കാണുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ആ ചിത്ത എന്നുള്ള ക്യാരക്ടറിന് അങ്ങനെ ഓർമ്മ വരും. കാരണം അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്, ഒരു കോപ്പി ചെയ്ത പോലെ ഉണ്ട്, പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോപ്പി ചെയ്തിട്ടുണ്ട്. പിന്നീട് പെർഫോമൻസ് വലിയ ഡീസൻ്റ് ആയിട്ടുണ്ട്. ആദ്യത്തെ കുറച്ച് സീനുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സിനിമയുടെ തുടക്കത്തിലൊരു ഈ സിനിമ നടക്കുന്നത് കന്യാകുമാരിയിലാണ്. സിനിമയുടെ തുടക്കത്തിൽ ഒരു കിണറിൽ നിന്നും ഒരു വിഗ്രഹവും കൊണ്ട് പൊന്തുന്ന ഒരു നായകനാണ് കാണിക്കുന്നത്. പിന്നെ ആ നായകനെയും നായകൻ്റെ അനിയത്തിയുമായി വിട്ടുള്ള റിലേഷൻ, ചർച്ച് ഫാദർ, പിന്നെ നായിക, ഇങ്ങനെ കുറച്ച് പേരിൻ്റെ ക്യാരക്ടർ ആർക്കൊക്കെ ഭയങ്കര നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നായകൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എനിക്ക് പിതാമഹൻ സിനിമയിലെ തന്നെ ലൈലയുടെ ഒരു ക്യാരക്ടറിൻ്റെ കുറച്ചുകൂടെ മറ്റൊരു വേർഷനായിട്ടാണ് ഫീൽ ചെയ്തത്. അതേപോലെ തന്നെ നായകൻ ഒരു മ്യൂട്ടാണ്, സംസാരിക്കാനും കേൾക്കാനും കിട്ടില്ല. അപ്പോൾ ഈ സിനിമയുടെ മെയിൻ കോറിലോട്ട് വരുന്നത് തന്നെ ഏകദേശം പകുതിയോട് അടുക്കുമ്പോഴാണ്. കാരണം ഈ സിനിമയിൽ പതുക്കെ ഇവർ തമ്മിലുള്ള, പക്ഷെ നല്ല രസകരമായിരുന്നു. കാരണം ബാലയുടെ ഒരു സിനിമകൾ എനിക്ക് എസ്പെഷ്യലി തോന്നിയിട്ടുള്ളത് സിനിമയിൽ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോലും കമേഴ്ഷ്യലി നമുക്ക് കുറച്ച് കണ്ടിരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ബോറടിക്കാത്ത രീതിയിൽ പുള്ളിക്ക് കഥ പറയാൻ അറിയാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലൊരു നല്ല രീതിയിൽ ഇവരുടെ ഒരു കോമ്പിനേഷൻ, നായികയുടെ കുറച്ച് രസകരമായ കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇമോഷൻ സൈഡ് നോക്കുകയാണെങ്കിൽ അനിയത്തിയുമായിട്ടുള്ള ഒരു ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നായകനെ കുറിച്ച് പറയുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ മ്യൂട്ടാണ്, പക്ഷെ വളരെ ഷോർട്ട് ടെമ്പറാണ്, ആരെയും എന്താ ചെയ്യുന്നത് അറിയില്ല. അപ്പം തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ക്രൈം ചെയ്യുകയാണ് നായകൻ. ക്രൈം ചെയ്തിട്ട് താൻ തന്നെയാണ് അത് ചെയ്തതെന്ന് പോലീസിനോട് പറയുന്നത്. പക്ഷെ എന്തിനാണ് ചെയ്തതെന്ന് ഒരിക്കലും വിട്ട് പറയുന്നില്ല. പിന്നീട് നടക്കുന്ന അന്വേഷണമാണ് ഇത് എന്തിനാണ് പോലീസ് ചെയ്തതെന്നുള്ളതാണ് സിനിമ. ആക്ച്വലി നമുക്ക് ആൾറെഡി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ അത് അവസാനം എത്തിക്കും എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു സംഭവം. അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ പറഞ്ഞു പോയൊരു സിനിമയാണ് വണങ്ങാൻ. ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് കുറച്ച് ഇൻട്രോ തൊട്ട് കുറച്ച് സീനുകളൊക്കെ അരുൺ വിജയ് കംപ്ലീറ്റ്ലി എനിക്ക് ആ പിതാമഹൻ സീൻ തന്നെയാണ് ഓർമ്മ വരുന്നത്. മറിച്ച് അതും കഴിഞ്ഞ് ബാലയുടെ മറ്റു പടങ്ങളെ വളരെ രീതിയിൽ സ്വാധീനിക്കും. പുള്ളിയും വേണമെങ്കിൽ പറയാം അപ്ഡേറ്റ് ആയിട്ടില്ല. പുള്ളിയുടെ പഴയ പടങ്ങളിൽ തന്നെ ഈ അയാൾ കഥ എഴുതുകയാണ് എന്ന സിനിമ മോഹൻലാൽ പറയുന്ന പോലെ എല്ലാം ഒരേ കഥയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ക്യാരക്ടർ സ്കെച്ച് അല്ലെങ്കിൽ ക്യാരക്ടർ ആർക്കൊക്കെ സെയിം ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതർവൈസ് ഒരു ഡീസൻ്റ് ആയിട്ട് കണ്ടിരിക്കാവുന്ന സിനിമയാണ്. ബാലയുടെ പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ ഒരു വർഷം കണ്ടിരിക്കാവുന്ന ഒരു മൂവിയാണ് വണങ്ങാൻ. പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.